90.3 FM വൈശാഖും സമീറയും നിങ്ങളുടെ കൂടെയുണ്ട്. മോർണിംഗ് ഡ്രൈവ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 15 ആയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ചില ഗസ്റ്റുകൾ ജോയിൻ ചെയ്യുന്നുള്ള കാര്യം. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആൾക്കാർ ഒരു സിനിമ കണ്ടപ്പം അതിലെ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടി നൊസ്റ്റാൾജിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ശാന്തമി രാത്രിയിൽ സോങ് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്. ഈ പാട്ട് പണ്ടേ ഇറങ്ങിയ കാലം മുതലേ ട്രെൻഡിങ് ആണ്. നമ്മുടെ റേഡിയോയിൽ കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് വരുന്ന ഒരു പാട്ടാണ്. പക്ഷെ ആ പാട്ടിന്റെ ടൈറ്റിൽ ഒരു സിനിമ കൂടി വരുന്നുണ്ട്. എക്സാക്ട്ലി. ശാന്തമി രാത്രിയിൽ എന്ന സിനിമയുടെ ടീം ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഗോൾ FM സ്റ്റുഡിയോയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ജയരാജ് സാറിനെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. കാരണം ഇത്രയും ഒരു ലെജൻഡിനെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കൂടെ ഗോകുലുണ്ട്, എസ്തർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടൈറ്റിൽ തന്നെ തുടങ്ങാം. സാറിന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു വിദ്യാരംഭം മുതലുള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ, അതിന് മുമ്പ് മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ സിനിമകൾക്കും അതിന്റെ ടൈറ്റിലുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം ജോണി വോക്കർ എന്നുള്ളൊരു സിനിമയുടെ ടൈറ്റിൽ ആവട്ടെ, അല്ലെങ്കിൽ ഹൈവേ ആവട്ടെ, ഫോർ ദ പീപ്പിൾ ആവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ ടൈറ്റിലുകളാണ്. ഈ ഒരു ടൈറ്റിൽ ഇടാനുണ്ടായ ഒരു റീസൺ അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതില് ജോണി വാക്കർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ശരിക്കും പറഞ്ഞാല് ഈ വളരെ എന്താണ്, ഞാൻ ഈ ഒരു നിമിത്തം പോലെ ഓരോന്നും സംഭവിക്കില്ല. നമ്മൾ ഈ കഥ ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിന് വൺ ലൈൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ മിക്കവാറും നടന്നിട്ടാണ് അവരൊന്ന് കഥ ഇങ്ങനെ ആലോചിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് നടക്കും വീട്ടിൽ. അങ്ങനെ നടന്ന് ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് നോക്കുമ്പോൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന കുപ്പി ജോണി വാക്കർ എന്നുള്ളതല്ലേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ജോണി എന്ന് ഇയാളുടെ ക്യാരക്ടറിന് പേരിട്ടാൽ ഇയാള് ബെറ്റ് വെച്ച് ജോണി വാക്കർ അടിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ എന്നെ മോൾഡ് ചെയ്യണം. അതായിരുന്നു മൊമെന്റ്. അപ്പൊ ആ ഒരു എന്താണ്, ആ വെള്ളം കുടിക്കാൻ തോന്നിയ ഒരു നിമിഷം, അല്ലെങ്കിൽ ആ കുപ്പി കണ്ടത്, അതൊക്കെയാ കോയിൻസിഡൻസ്. അതായിരുന്നു അങ്ങോട്ട് പോകുന്നത്. ശാന്തമി രാത്രിയുടെ പേര് വരാൻ കാര്യം കാരണം ഇതിൽ ഒരുപാട് മീനിങ് ഫുൾ ആണ് ഈ പേര്. ആ പാട്ടിന്റെ ഇത് വെച്ച് ഇട്ടതല്ല. അതായത് ഇപ്പം തുടരും സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചത് കൊണ്ടും ഇട്ടതല്ല. നേരത്തെ 1.5 വർഷം മുൻപ് ഷൂട്ടിംഗ് തുടങ്ങി പടമാണ്. അന്ന് തന്നെ ഈ പേരുണ്ടായിരുന്നു. കാരണം ഇതൊരു കഥയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ രാത്രിയിലെ സംഭവിക്കുന്നത്. അത് ക്രിസ്മസ് രാത്രിയില് സൈലന്റ് നൈറ്റ് എന്നും നമ്മുടെ ഒരു അനുഭവത്തിൽ ഏറ്റവും സെറീൻ ആയിട്ടുള്ള ഒരു രാത്രിയാണ്. നമുക്ക് അതുപോലെ ഈ സിനിമയിലും ഇവരുടെ 2 കുട്ടികള് 1970s പ്രണയിക്കുന്ന കാലം, അതായത് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ. ആ രാത്രിയിൽ വീട്ടുകാരൊക്കെ പാതിരാ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒളിച്ചോടി പോകാനായിട്ട് തീരുമാനിക്കും. മൂന്നാറിലൊരു തൂക്കുപാലം, അവിടെ മഞ്ഞൊക്കെ ഉള്ള രാത്രി ഒരു പോകാനായിട്ട് ഡിസൈഡ് ചെയ്ത മൊമെന്റ്. അവിടെ എന്ത് സംഭവിച്ചു? അവരുടെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോ 2024 ആ പാലം വീണ്ടും അവിടെ എന്താണ് സംഭവിച്ചത്? ഇതാണ് നമ്മളുടെ കഥ. 2024 ലണ്ടൻ ബ്രിഡ്ജ് ആണ് ഫോക്കസ് ചെയ്തത്. പുതിയ തലമുറയും അവരുടെ പുതിയ റൊമാൻറ്റിക് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഡേറ്റിങ്ങും ലിവിങ് ടുഗദറും ഫ്രണ്ട്ഷിപ്പും ഒക്കെ. ഇത് പഴയ കാലത്ത് ഹൈലി റൊമാൻറ്റിക്, അല്ലെങ്കിൽ നമ്മളെ നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ട്, കത്തുകളൊക്കെ ഇങ്ങനെ മരത്തിന്റെ പൊത്തിൽ വെച്ച് കൊടുക്കുക, ഇങ്ങനെ കടലമുട്ടായി പഴയകാല പ്രണയമൊക്കെ കാണാൻ പറ്റുന്നല്ലേ. സാർ, ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഗോകുൽ ആൻഡ് എസ്തർ ഈ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി വേണം എന്നുള്ളൊരു ചിന്ത ഈ 18 ഇയേഴ്സിൽ അല്ലെങ്കിൽ പീഡികയ്ക്ക് പഠിക്കുന്ന കാലത്ത് പ്രണയിക്കുന്ന കുട്ടികൾ അവര് ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും. ആ ഇന്നസെൻസ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഞാൻ അതിന്റെ അന്വേഷിക്കുന്ന സമയത്താണ് ആടുജീവിതം റിലീസ് ആകുന്നത്. അതില് ഈ ഹക്കീം എന്നുള്ള ക്യാരക്ടർ, അവന്റെ പെർഫോമൻസ് ഇപ്പോഴും എന്റെ മനസ്സിൽ മാഞ്ഞിട്ടില്ല. കാരണം അവന്റെ ഒരു ഈക്വലന്റ് ആണ്. കാരണം പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിനോടൊപ്പം തന്നെ അവന്റെ ഒരു ഡ്രീമും അവന്റെ ഡെത്ത് ഒക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അപ്പൊ ആ മുഖം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന്റെ ഒരു ഇന്നസെൻസ് അന്ന് തന്നെ വിളിച്ചാൽ ആദ്യം ബ്ലോക്ക് ചെയ്തു. പിന്നെ ദൃശ്യം സിനിമയിൽ നമ്മള് ഓരോ ടോർച്ചറിങ് മൊമെന്റിലും ഈ കുട്ടിയുടെ മുഖമാണ് നമ്മളെ മനസ്സിലായത്. അപ്പം അവള് വലുതായെങ്കിലും അവളുടെ മുഖം അതേപോലെ ഒരു ഭയങ്കര ഇന്നസെന്റ് ഇതാണ്. ഞാൻ ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മുഖം അപൂർവമായിട്ട് കണ്ടിട്ട്. അപ്പൊ ഈ 2 പേരും ചേരുമ്പോ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം 1970 പ്രണയം ഭയങ്കര. ഗോകുൽ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ആടുജീവിതം പോലെയുള്ള ഒരു ലോകം മുഴുവൻ സംസാരിച്ചൊരു സിനിമയിൽ നിന്ന്